കുമ്പളങ്ങ വെച്ചിട്ടാണ് ഈ ഹൽവ ചെയ്തെടുത്തതെന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കത്തില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കാശി ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത അത്രയ്ക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. ഇപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നല്ല ഫ്രഷായിട്ട് ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് കുമ്പളങ്ങയാണ്. ഇത് നമുക്കൊരു 3 to 4 പേർക്ക് വരെ ചെറിയ ബൗളിൽ സെർവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതിനെ 4 കഷ്ണമാക്കി അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ ഇതുപോലത്തെ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ പീസാക്കി വെക്കുവാണെങ്കിൽ എളുപ്പത്തിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പാനിൽ നമുക്ക് 2 to 3 ടീസ്പൂൺ അളവിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. അതിൽ വെള്ളം കാണും. വെള്ളം ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് വെള്ളം മാറ്റി വയ്ക്കുക. നമുക്ക് ഇടയ്ക്കത് ചേർത്ത് കൊടുക്കാം. നമുക്ക് പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ കുമ്പളങ്ങയിൽ നിന്ന് കിട്ടുന്ന വെള്ളം തന്നെ ഇതിന് ധാരാളം ഇത് കുക്ക് ചെയ്തെടുക്കാൻ മതിയായിരിക്കും. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ 1/3 കപ്പിൽ ഒരു 1/4 കപ്പ് അളവിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് കുറച്ച് സാഫ്രോൺ കളറാണ്. നമുക്ക് ഒറിജിനൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് തന്നെ ഇടാൻ നോക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ശകലം സാഫ്രോൺ കളർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കുക്കായി വരട്ടെ. ഇപ്പോൾ നമുക്ക് അത് ഡ്രൈ ആയി വരുന്നെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ശകലം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വരെ അല്ലാതെ നെയ്യ് വേണ്ടി വരും. അത് ഓരോ ടേബിൾ സ്പൂണായിട്ട് നമുക്ക് പയ്യെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരട്ടെ. അതുവരെ നമ്മൾ പാനിൽ നിന്ന് വിട്ട് വരും വരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഉടുപ്പിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഈ കാശി ഹൽവ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അടുത്തതായിട്ട് ഒരു പിഞ്ച് അളവിന് പച്ചക്കർപ്പൂരം ചേർക്കുന്നുണ്ട്. പച്ചക്കർപ്പൂരം ചേർത്താൽ മാത്രമേ ഉടുപ്പിയിലെ കൃഷ്ണൻ അമ്പലത്തിൽ കിട്ടുന്ന അതേ ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു അല്പം കൂടി ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നമുക്കൊരു 10 to 15 മിനിറ്റ് വരെ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി വരും. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പെട്ടെന്ന് നമുക്കത് അടി പിടിച്ചു പോവും. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ടേബിൾ സ്പൂൺ അളവ് കൂടി നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് നന്നായിട്ട് പയ്യെ ഇളക്കി കൊടുക്കാം. കുമ്പളങ്ങ വെച്ചിട്ട് ഇത്രയൊരു നല്ലൊരു ഹൽവ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് നമുക്ക് ഒരു വാഴയിലയിലോട്ട് സെർവ് ചെയ്ത് വെക്കാം. സെർവ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് എടുത്തിട്ട് അതിൽ കുറച്ച് നമുക്ക് കാഷ്യൂ നട്ടിനെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പയ്യെ നമുക്ക് റോസ്റ്റ് ചെയ്ത് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനം ഗാർണിഷ് ചെയ്താൽ മതി. ഇത് നോർത്ത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അവിടെ അമ്പലങ്ങളിലൊക്കെ കൊടുക്കുന്ന ഒരു സ്വീറ്റാണിത്. വളരെ ടേസ്റ്റും പച്ചക്കർപ്പൂരം ഇട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ എത്തത്തുള്ളൂ. അത്രയ്ക്ക് അത് ഒരു വലിയ ഭാഗമാണ് നമ്മൾ പച്ചക്കർപ്പൂരം ചേർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.